ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തുടർച്ചയായി പരാജയപ്പെട്ടവരെ തള്ളിക്കളയാതെ ഹൃദയപൂർവം സ്വീകരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പാപപൂർണമായ ഭൂതകാലം, തെറ്റുകൾ, പാപശീലങ്ങൾ, വഴിത്തെറ്റുകൾ എന്നിവ മൂലം പ്രതിസന്ധിയിലായിരിക്കുന്ന ഏതൊരാൾക്കും നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയുടെ വാതിലിൽ പ്രത്യാശയോടെ എപ്പോഴും മുട്ടാവുന്നതാണ്. നിഷേധ ചിന്തകളുടെ കാരാഗൃഹത്തിലായിരിക്കുന്നവരെ വിമോചിപ്പിക്കുവാനും പ്രത്യാശയുടെ വഴിയിലൂടെ വീണ്ടും നടത്തുവാനുമൊക്കെ കഴിയുന്നവനാണ് നമ്മുടെ യേശു കർത്താവ്. ഡെബോറ ഗുഡ്വിൻ സംവിധാനം ചെയ്ത ദ പാസ്റ്റർ എന്ന സിനിമ ക്രിസ്തീയ മൂല്യപ്രബോധനത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരമാണ്. ലഹരിയും വഴിതെറ്റിയ സുഹൃബന്ധങ്ങളും മൂലം നിയമം ലംഘിച്ചതിനും അക്രമ പ്രവർത്തനങ്ങൾക്കും വലിയ വില നൽകേണ്ടി വന്ന ബിഗ് ജോൺ എന്ന മനുഷ്യന്റെ കഥയാണ് ഇതിലെ ഇതിവൃത്തം. അദ്ദേഹം ജയിൽ മോചിതനാകുമ്പോൾ വീണ്ടും വീണ്ടും തെറ്റുകുറ്റങ്ങളിൽ വീണ് പിന്നെയും കാരാഗൃഹത്തിലാകും. അദ്ദേഹത്തെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മാതാപിതാക്കളും പ്രിസൺ മിനിസ്ട്രിയിലെ സുവിശേഷകരുമൊക്കെ വളരെ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതൊന്നും കാര്യമായി പ്രയോജനപ്പെട്ടില്ല. തൻ്റെ ജീവിതം ജയിലിൽ തന്നെ അവസാനിക്കുമെന്നാണ് അയാൾ ചിന്തിച്ചത്. എന്നാൽ ദൈവം അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്കും പുതിയ നിയോഗത്തിലേക്കും വിളിച്ചു. അധോലോകത്തിലെ അന്ധകാര ശക്തികളുടെ വലയിലായിരുന്ന യുവാക്കളെ വിമോചിപ്പിച്ച് ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു അനുഗ്രഹീത പാസ്റ്ററായി ദൈവം അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് കഥ. ഇത് യഥാർത്ഥ ജീവിത സംഭവത്തിൽ നിന്നും രൂപപ്പെടുത്തിയ മനോഹരമായ ഒരു കഥയാണ്. പൂർണ്ണ പരാജയമെന്ന് ലോകം വിധി എഴുതുന്ന വഴിതെറ്റിയ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി പുതിയ നിയോഗങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുവാൻ സാധ്യതകളുടെ തമ്പുരാന് കഴിയും എന്ന വലിയ സന്ദേശമാണ് ഈ ചിത്രം നമുക്ക് നൽകുന്നത്. ഒടുവിൽ ജോൺ ജയിലിൽ നിന്ന് വിമോചിതനായപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് മാത്രമല്ല, കൃപയിലേക്കും ദൈവം അദ്ദേഹത്തെ നടത്തി. അവൻ ദൈവവിളിയിലേക്ക് ചുവടുവെച്ചു. തുടർച്ചയായ വീഴ്ചകളിലും തന്നെ കൈവിടാത്ത ദൈവത്തിൻ്റെ കരങ്ങളിൽ അവൻ ചേർന്നു നിന്നു. തെറ്റുകളും വീഴ്ചകളും മൂലം മുറിവേറ്റ ഓരോ ആത്മാവിനും ഈ സിനിമ നൽകുന്ന ആത്മീയ ഉൾക്കാഴ്ചയും പ്രത്യാശയുമൊക്കെ വളരെ ശ്രദ്ധേയമാണ്. നിങ്ങളുടെ ഭൂതകാല ജീവിതത്തിലെ പരാജയം ഭാവി ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല. ഈ സിനിമ നിർമ്മിക്കപ്പെടുന്നതിന് വളരെ മുമ്പ് ഇതിന് വളരെ സമാനമായൊരു കഥ യേശു കർത്താവ് പറഞ്ഞു. അത് നമുക്കെല്ലാം അറിയുന്ന ധൂർത്തപുത്രന്റെ കഥയാണ്. ധൂർത്തപുത്രൻ തൻ്റെ പിതാവിനെ ധിക്കരിച്ച് അധാർമിക ജീവിതത്തിലേക്ക് ചുവടുവെച്ചു. അപ്പൻ്റെ അവകാശമുള്ള മകൻ എന്ന പദവി നഷ്ടപ്പെടുത്തി. കുടുംബത്തിൻ്റെ അന്തസ്സ് നശിപ്പിച്ചു. വീട്ടിലെ വേലക്കാരനെന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവനായി.
എന്നാൽ ഒടുവിൽ അവന് സുബോധം വന്നപ്പോൾ, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, മകനെന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യതയില്ല. ഭവനത്തിലെ വേലക്കാരിൽ ഒരാളെപ്പോലെയെങ്കിലും എന്നെ കരുതണമേ എന്ന് പശ്ചാത്താപത്തോടെ അപ്പനോട് കുറ്റസമ്മതം നടത്തി. അപ്പൻ അവനെ ശിക്ഷിച്ചില്ല, ശപിച്ചില്ല, പരിഭവം പറഞ്ഞില്ല, പിന്നെ ആകട്ടെ എന്നും പറഞ്ഞില്ല. അവനെ കെട്ടിപ്പിടിച്ച് ആഘോഷത്തോടെ ഭവനത്തിൽ സ്വീകരിച്ചു. മകനെന്ന സമുന്നത പദവിയിലേക്ക് അവനെ യഥാസ്ഥാനപ്പെടുത്തി. കർത്താവേ, ഞാൻ തെറ്റ് ചെയ്തു. അവിടുന്ന് നൽകിയ നല്ല അവസരങ്ങൾ പലതും പാഴാക്കി, അനേകരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാക്കി, ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെടുത്തി. ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് സത്യസന്ധമായി മാപ്പ് ചോദിക്കുന്ന മക്കളെ സ്വർഗം ഒരിക്കലും ഉപേക്ഷിക്കില്ല, ആഘോഷപൂർവം സ്വീകരിക്കും. വഴിതെറ്റിപ്പോയവരെ സ്വീകരിക്കുവാൻ അവർ എല്ലാം തികഞ്ഞവരായിരിക്കണമെന്ന നിർബന്ധമൊന്നും ദൈവത്തിനില്ല. സത്യസന്ധമായ പശ്ചാത്താപവും വിനയവും മനംമാറ്റവുമാണ് നമ്മൾ ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയ സുഹൃത്തെ, നിങ്ങൾ പല പ്രാവശ്യം ജീവിതത്തിൽ പരാജയപ്പെട്ടിരിക്കാം. നിങ്ങൾ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ടാകാം, നിരാശപ്പെടുത്തിയിട്ടുണ്ടാകാം. നിങ്ങൾ സ്വയം വെറുക്കുന്നുമുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ പാപങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ കൃപയെ നിഷ്പ്രഭമാക്കുവാൻ കഴിയില്ല. 70 വട്ടം ക്ഷമിക്കുന്ന കരുണാമയനായ ദൈവം ഇപ്പോഴും നിങ്ങളുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അനേകം കാര്യങ്ങളുണ്ട്. നാം ദൈവമുമ്പാകെ കുറ്റം സമ്മതിക്കുമ്പോൾ ദൈവകൃപ നമ്മിൽ പ്രവർത്തനക്ഷമമാകും. ശിക്ഷയ്ക്ക് പകരം നിത്യരക്ഷയുടെ വാതിൽ നമുക്ക് മുമ്പിൽ തുറക്കും. നമ്മെ തള്ളിക്കളയാതെ അപ്പൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും. ധൂർത്തപുത്രൻ ലജ്ജയോടും കുറ്റബോധത്തോടും കൂടെ വീട്ടിലേക്ക് വന്നു. പിതാവ് അവനെ സ്നേഹപൂർവം ഓടിച്ചെന്ന് സ്വീകരിച്ചു. ഈ സിനിമയിലെ ജോൺ വലിയ ഭയാശങ്കകളോടെയാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നത്. പക്ഷേ ദൈവം അവനെ സ്നേഹപൂർവം സ്വീകരിച്ച് വിസ്മയ നിയോഗത്തിലേക്ക് നടത്തി. അതാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ്റെ ഹൃദയം. അതിൽ നിറയെ ഉപാധികളില്ലാത്ത സ്നേഹമാണ്, അസ്തമിക്കാത്ത കാരുണ്യമാണ്. ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചവർക്ക് പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനും പുതിയ ജീവിതം ആരംഭിക്കാനും ക്ഷമയുടെ തമ്പുരാൻ സഹായിക്കും. ജീവിതത്തിലെ വീഴ്ചയും പരാജയങ്ങളും മൂലം നിരാശയുടെ തടവിലായിരിക്കുന്നവരെ ക്രിസ്തു എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിക്ഷിക്കാനല്ല, പരാജയങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുമല്ല, പുനഃസ്ഥാപിക്കാനും പുതിയ സൃഷ്ടിയാക്കുവാനും കഴിഞ്ഞുപോയ കാലത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഭാവി നൽകുവാനുമാണ് സ്വർഗത്തിലെ അപ്പൻ വിളിക്കുന്നത്. പാപപൂർണമായ ജീവിതത്തിൽ തുടരുമ്പോൾ
കർത്താവിന്റെ വിളി കേട്ട് അവനെ അനുഗമിച്ച സഖായി പഴയ ജീവിതം ഉപേക്ഷിച്ച് തിരുവചനത്തിന്റെ സമുന്നത സാക്ഷിയായി. നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ശോഭനവും ശുഭകരവുമാണ്. ചില തെറ്റായ തിരഞ്ഞെടുപ്പുകൾ മൂലം വഴിതെറ്റിപ്പോയവരെയും വീണുപോയവരെയുമൊക്കെ ദൈവീക പദ്ധതിയിലേക്കും നിയോഗങ്ങളിലേക്കും തിരികെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. കർത്താവിന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല. കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് യോന കരഞ്ഞപ്പോൾ അവനെ ആഴങ്ങളിൽ നിന്ന് വലിച്ചെടുത്ത് ദൈവീക നിയോഗത്തിന്റെ നിനുവയിൽ എത്തിച്ചു. നമ്മുടെ തെറ്റായ യാത്ര ഇപ്പോൾ നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരുപക്ഷെ വലിയ അപകട സാഹചര്യത്തിലും ലജ്ജാകരമായ അവസ്ഥയിലും പരാജയത്തിലുമൊക്കെ ആയിരിക്കാം. പശ്ചാത്താപത്തിന്റെ കണ്ണുനീരിൽ ആർദ്രവാനാകുന്ന ദൈവത്തെ വിളിച്ചാൽ തീർച്ചയായും കരുണാമയനായ ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുതിയ ജീവിത തിരക്കഥയിലേക്ക് വീണ്ടും കൈപിടിച്ച് നടത്തും. 1 യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനും നീതിമാനും ആകുന്നു. 70 വട്ടം ക്ഷമിക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും വീണ്ടും അവസരങ്ങൾ നൽകുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയ്ക്ക് സ്തോത്രം. തകർന്നുപോയ എല്ലാ ജീവിതങ്ങളെയും പുതുക്കി പണിത് അവിടുന്ന് പുനഃസ്ഥാപിക്കണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ക്ഷമിക്കണമേ. കാൽവരി രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധരാക്കണമേ. വഴിതെറ്റിപ്പോയ മക്കളുടെ ജീവിത കഥ അവിടുന്ന് തിരുത്തി എഴുതണമേ. അവിടുത്തെ സ്നേഹനിർഭരമായ കരങ്ങളിൽ നാഥ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ദുഷ്ടനിൽ നിന്നും രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവുമുള്ള ക്രിസ്തുയേശുവിന്റെ മഹനീയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ശുഭാശംസകളോടെ എ. പി. ജോർജച്ചൻ.